ലോകകപ്പ് ജയത്തിൽ ഇന്ത്യൻ ടീമിന് 125 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചു BCCI. BCCI സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, ഇത്രയും കാലത്തെ ഒരു ക്രിക്കറ്റ് ചരിത്രം എടുത്തു നോക്കിയാൽ പോലും ഇത്രയും വലിയൊരു തുക പ്രഖ്യാപിച്ചതായിട്ട് BCCI പ്രഖ്യാപിച്ചതായിട്ട് അറിയില്ല. ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഈ 2020 ലോകകപ്പ് കിരീടം ലഭ്യമായതോടുകൂടി 125 കോടിയാണ് ഇന്ത്യൻ ടീമിന് ലഭിക്കാൻ പോകുന്നത്. രജനി, തീർച്ചയായും BCCIയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയ്ഷയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹം BCCIയുടെ ഔദ്യോഗികമായ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലും ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് 125 കോടി രൂപയാണ് ടീമിന് BCCI പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമം എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകകപ്പ് കിരീട നേട്ടത്തിൽ പങ്കാളികളായ താരങ്ങൾക്കും പരിശീലകർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും അഭിനന്ദനം അറിയിച്ച ജയ്ഷ ടൂർണമെന്റിലുടനീളം ഇന്ത്യൻ ടീം അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചെന്നും എക്സിൽ കുറിച്ചു. രോഹിത് ശർമ്മയുടെ അസാധാരണമായ നേതൃത്വത്തിൽ ഇന്ത്യ ഉജ്ജ്വലമായ നേട്ടം കൈവരിച്ചു. ICC 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ അപരാജിതരായി കിരീടം നേടുന്ന ആദ്യ ടീമായി മാറിയെന്നും വിമർശകരെ ഉജ്ജ്വല പ്രകടനത്തിന്റെ ബലത്തിൽ നിശബ്ദരാക്കിയെന്നും ജയ്ഷ കുറിച്ചു. പിന്നാലെയാണ് 125 കോടിയുടെ പ്രഖ്യാപനവും വന്നത്. താരങ്ങൾക്കും പരിശീലകർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ഈ ഒരു തുക ലഭിക്കും. ശനിയാഴ്ച നടന്ന ഫൈനൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2007 ശേഷം ഒരു 2020 ലോകകപ്പിന്റെ കിരീടമാണ് ഇന്ത്യ ചൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2011 ശേഷം ഒരു ലോക കിരീടം, ഒരു ICCയുടെ പ്രധാന ലോക കിരീടം തന്നെ ടീം ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത്, നേരത്തെ നിഖിൽ കഴിഞ്ഞ ലൈവുകൾ പറഞ്ഞത് ഈ ജഡേജയൊക്കെ തന്നെ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞു പുതിയ താരോദയത്തിന് കൂടെ തുടക്കം കുറിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി മാറി നിൽക്കുകയാണ് ഈ താരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പാരിതോഷികം പ്രഖ്യാപിക്കൽ കൂടെ അത് വലിയൊരു പിന്തുണ കൂടെ നൽകുകയല്ലേ ചെയ്യുന്നത് വരും തലമുറ, അതായത് ഈ കായിക ലോകത്തേക്ക്, ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തുന്നവർ കൂടി? തീർച്ചയായും രജനി, ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. കാരണം ഇന്ത്യൻ ടീമിലെ കളിക്കാർക്ക്, ഓരോ താരങ്ങൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും അടക്കം BCCI നൽകുന്ന BCCI ടീം മാനേജ്മെന്റ്, BCCI സെക്രട്ടറി, പ്രസിഡന്റ് അടക്കം നൽകുന്ന ഒരു പിന്തുണ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുവരുന്നതാണ്. ഇന്നലെ മത്സരം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാകും. കാരണം BCCI സെക്രട്ടറി ജയ്ഷായും ഒപ്പം പ്രസിഡന്റ് റോജർ ബിന്നിയും താരങ്ങളെ അവിടെ എത്തി അഭിനന്ദിക്കുന്നു. അതിൽ ഹർദിക് പാണ്ഡ്യ അടക്കമുള്ളവരെ ജയ്ഷ നേരിട്ട് അവിടുന്ന് കെട്ടിപ്പിടിക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ വളരെ വികാരഭരിതമായി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ BCCI ഒരു ടീം മാനേജ്മെന്റ് ടീമിലെ കളിക്കാർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും നൽകുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. ഓരോ താരത്തിലും ടീം മാനേജർ വളരെ വലിയ പിന്തുണയാണ് നമ്മൾ നൽകുന്നത്. അതായത് ഈ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോയപ്പോൾ പോലും ടീം മാനേജ്മെന്റ് കൃത്യമായ പിന്തുണ നൽകിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന യുവ താരങ്ങൾക്കും ആ ഒരു സപ്പോർട്ട് നൽകുക എന്ന് തന്നെയാണ് BCCIയുടെ തീരുമാനം. ഇപ്പൊ എന്തായാലും അവർക്കും കൂടി, വരാനിരിക്കുന്നവർക്ക് കൂടി ആ ഒരു പ്രചോദനം നൽകുന്നത് തന്നെയാണ് ഈ ഒരു 125 കോടി രൂപയുടെ ആ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചതിലൂടെയുള്ളത്. ഇതിന്റെ ഒപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട, ഇപ്പം ടീം മാനേജ്മെന്റ് അല്ലെങ്കിൽ BCCIയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ടീമിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് അടുത്ത ദിവസം ഇന്ത്യയിലെത്തുന്ന ടീം ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി അങ്ങനെ അത്തരത്തിലുള്ള വാർത്തകൾ ടീമിന് പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രപതിയെ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുമായി ടീം ഇന്ത്യയിലെ താരങ്ങൾ ലോകകപ്പുമായി പ്രധാനമന്ത്രിയെ നേരിട്ട് ചെന്ന് കാണും എന്ന തരത്തിൽ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, BCCIക്കൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പിന്തുണയും അതും എടുത്തു പറഞ്ഞേ മതിയാവും. കാരണം 2023 ആ ഒരു ലോകകപ്പ് ഫൈനൽ പരാജയത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ താരങ്ങളെ ആശ്വസിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ കിരീടം ചൂടിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി താരങ്ങളെ ഇന്ന് വിളിച്ചു നേരിട്ട് സംസാരിക്കുന്നു. രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും സ്ഥാനമൊഴിയുന്ന പരിശീലകൻ രാഹുൽ ദ്രാവിഡിനോടക്കം നേരിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ എന്തായാലും BCCI, അതായത് ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ടീമിനും താരങ്ങൾക്കും പരിശീലകർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും നൽകുന്ന ഒരു പിന്തുണ വളരെ വലുത് തന്നെയാണ്. അതിന് ഏറ്റവും കേന്ദ്ര സർക്കാർ അടക്കം നൽകുന്നത് വലിയ പിന്തുണ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ലോകകപ്പ് ജയത്തിൽ ഇന്ത്യൻ ടീമിന് 125 കോടി പാരിതോഷികം BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ തിരിച്ചെത്തുന്ന ഇന്ത്യൻ ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണും, ഒപ്പം രാഷ്ട്രപതിയെ കാണും എന്നാണ് സൂചന നൽകുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ ഇന്ത്യയെ നോക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിഖിൽ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.